Hello students, today we are going to define the concept of limits. Limit of a function. A function limit at a point. നമുക്ക് ഡെയിലി ലൈഫിൽ എൻകൗണ്ടർ ചെയ്യുന്ന ചില സിറ്റുവേഷൻസുമായിട്ട് കണക്ട് ചെയ്ത് ഇതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് ലിമിറ്റ് സി എന്ന് പറയുന്ന പോയിന്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കും. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് വൈക്കത്തുള്ള ഒരാളെ പറ്റി അയാളുടെ സ്വഭാവത്തെ പറ്റി അറിയണം. അയാളെ നേരിട്ട് അറിയത്തില്ല. അയാളെ പറ്റിയുള്ള നേരിട്ടുള്ള വിവരമാണ് ഫംഗ്ഷനിൽ. അയാളുടെ സ്വഭാവം മീൻസ് ഫംഗ്ഷൻ. സ്വഭാവത്തെ പറ്റിയുള്ള നേരിട്ടുള്ള വിവരമാണ് എഫ് ഓഫ് സി എന്ന് പറയുന്നത്. ഇത് നമുക്കറിയത്തില്ല, നേരിട്ട് അയാളെ പറ്റി അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇൻഡയറക്റ്റ് ആയിട്ടൊരു അന്വേഷണം നടത്തും. ഇൻഡയറക്റ്റ് ആയിട്ട് അന്വേഷണം നടത്തണമെങ്കിൽ നമുക്ക് വൈക്കത്ത് അടുത്തുള്ള ആൾക്കാർ വേണം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്ത് വൈക്കത്ത് പേരുള്ള ആരാടാന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ വഴി അന്വേഷിക്കാൻ ശ്രമിക്കും. അതാണ് ലിമിറ്റിൽ നമ്മൾ ചെയ്യുക. എഫ് സി അല്ല, ഫംഗ്ഷന്റെ സ്വഭാവം സിയിലാണ് അറിയേണ്ടത്. സ്വഭാവം അല്ല, ആളുടെ സ്വഭാവം സിയിലാണ് അറിയേണ്ടത്. സ്വഭാവം നമ്മളിപ്പോൾ മാത്തമാറ്റിക്കലായിട്ട് ഫംഗ്ഷൻ, ആളെ നമ്മൾ സി എന്ന് വിളിക്കും. അപ്പോൾ ആളുടെ അടുത്ത് നമുക്ക് പരിചയമുള്ള അക്സസ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ, സിക്ക് അടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിയെ പറ്റി അന്വേഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ആളുകൾ വേണം. ഏത് ചെറിയ നെയ്ബർഹുഡ് എടുത്താലും എത്ര അടുത്ത ആളുകളുണ്ടോ അത്രയും നമുക്ക് നല്ലതാണ്. വൈക്കത്തുള്ള ആളെ പറ്റി അന്വേഷിക്കാൻ കടുത്തുരുത്തിയിലുണ്ടായാൽ പോരാ, തലയോലപ്പുറമ്പിലുണ്ടായാൽ പോരാ, വൈക്കത്ത് തന്നെ വേണം. അപ്പോൾ അവരുടെ വീടിരിക്കുന്നതിന് തൊട്ടടുത്ത ഒരാളുണ്ടെങ്കിൽ അതാ നല്ലത്. അപ്പോൾ ഏറ്റവും ചെറിയ നെയ്ബർഹുഡിൽ പോലും ആളെപ്പറ്റി അന്വേഷിക്കാൻ നമുക്ക് സാധിക്കുന്ന തരത്തിൽ സെറ്റിലെ ആളെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ, ദാറ്റ് ഈസ് എഫ് ഫ്രം എ ടു ആർ ഈസ് എ ഫംഗ്ഷൻ ആൻഡ് സി എലമെന്റ് ഓഫ് എ ഈസ് എ ക്ലസ്റ്റർ പോയിന്റ്. ഈസ് എ സി എയിലാണെന്നില്ല, സി റിയൽ ഏത് പോയിന്റ് ആണ്. സി എലമെന്റ് ഓഫ് ആർ ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ. സി എയുടെ ഒരു ക്ലസ്റ്റർ പോയിന്റ് ആണെങ്കിൽ നമുക്ക് സിയെ പറ്റി ഡയറക്റ്റ് അറിയത്തില്ലെങ്കിലും, ഡയറക്റ്റ് അറിയത്തില്ല, ഇൻഡയറക്റ്റ് ലിമിറ്റ് വഴി അന്വേഷിക്കാം. എങ്ങനെ അന്വേഷിക്കാം എന്ന് നോക്കാം. അപ്പോൾ സിയുമായിട്ട് അടുപ്പമുള്ള ആളുകളെ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് സിയുമായിട്ട് അടുപ്പം നമ്മൾ തീരുമാനിക്കുന്നത്? നെയ്ബർഹുഡ്, ഡെൽറ്റ നെയ്ബർഹുഡിലാണോ എന്ന് നോക്കുക. സിയുമായിട്ടുള്ള അടുപ്പം മോഡുലസ് വഴിയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ നമ്മൾ എന്താ പറയുക? ലിമിറ്റ്. നമുക്ക് അന്വേഷണം നടത്തും, ഒരു ആൻസർ കിട്ടും. അത് ലിമിറ്റാണ് ആൻസർ. ആ ലിമിറ്റ് സിയില് ലിമിറ്റ് അറ്റ് സി, ലിമിറ്റ് അറ്റ് സി ഓഫ് എഫ് ഈക്വൽ ടു ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഈക്വൽ ടു എൽ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് സ്വഭാവമാണ് നമ്മൾ അന്വേഷിച്ചത്, സിയിലെ സ്വഭാവമാണ് അന്വേഷിച്ചത്. അത് എൽ എന്നാണ് കിട്ടിയത്. എഫ് ഓഫ് എക്സ് മൈനസ് എൽ ഏകദേശമൊക്കെ സ്വഭാവം പിടി കിട്ടി. വലിയ മിസ്റ്റേക്ക് ഒന്നും ഇല്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ എററേ ഉള്ളൂ, ലെസ് ദാൻ എപ്സിലോൺ. ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിൽ സംഭവിക്കുന്ന ഒരു കാര്യം. നമുക്ക് സിയെ പറ്റി അറിയണം. സിക്ക് അടുത്തുള്ള ആൾ, ഒരാളുടെ സ്വഭാവം പറയാൻ അയാളുടെ ഫ്രണ്ട്സിലോ അയാളുടെ നെയ്ബർഹുഡ്സിലോ ഒക്കെ അന്വേഷിക്കുക. അപ്പൊ നമ്മൾ നെയ്ബർഹുഡ്സ് മാത്തമാറ്റിക്കലി നെയ്ബർഹുഡ്സ് ഇതാണ്. അപ്പോൾ സിയുടെ നെയ്ബർഹുഡ്സിലുള്ള എക്സുകളെ നോക്കും. സിക്ക് എന്തുമാത്രം അടുക്കാവോ അത്രയും നമുക്ക് നല്ലതാണ്. മറ്റൊരു തരത്തിൽ ഞാൻ ഇതിനെ ഒരു ഫംഗ്ഷൻ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. സപ്പോസ് ദാറ്റ് ദിസ് ഈസ് എക്സ് ഈക്വൽ ടു സി ആൻഡ് വി മൂവ് ഫ്രം കുറവലങ്ങാട് ടു വൈക്കം. എക്സ് ഈക്വൽ ടു സി, വൈക്കത്തുള്ള നമ്മുടെ ആളാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ കുറവലങ്ങാട് ഞാനിങ്ങനെ വളഞ്ഞും വൈക്കത്തെത്തി. അപ്പൊ ഇവിടെയൊക്കെ അന്വേഷിക്കുമ്പോൾ ഇയാളെ പറ്റിയുള്ള അറിവ് കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ടെൻസ് ടു സി, സിക്ക് അടുത്ത പോയിന്റുകളിൽ നിന്ന് അന്വേഷിക്കണം. അത് വേറൊരു ഡയറക്ഷനിൽ നിന്ന് വരാം. കോട്ടയത്ത് നിന്ന് വരുന്ന ഒരാൾക്ക് വേറൊരു വഴിയിൽ വൈക്കത്ത് വരാം. അപ്പോൾ അവർ ചിലപ്പോൾ ഈ വഴിക്കായിരിക്കും വരിക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നും എക്സ് ടെൻസ് ടു സി വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ദാറ്റ് മീൻസ് എ നെയ്ബർഹുഡ്. സിയുടെ ഒരു നെയ്ബർഹുഡ് നമ്മൾ എടുക്കുമ്പോൾ സിക്ക് അടുത്ത് വരുമ്പോൾ എഫ് എക്സ്, ഇതാണ് സ്വഭാവം അന്വേഷിക്കുന്നത്. ഈ വഴിയിൽ പോയുള്ള അന്വേഷണമാണ്. ഇത് y ഈക്വൽ ടു എഫ് എക്സ്, നമ്മൾ മാത്തമാറ്റിക്കലി പറഞ്ഞ y ഈക്വൽ ടു എഫ് എക്സിന്റെ ഗ്രാഫാണ്. എഫ് ഓഫ് സി ഇവിടെ ഉണ്ട്. എഫ് ഓഫ് സി എന്താണെന്ന് നമുക്ക് അറിയത്തില്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അന്വേഷണം. ആളെ പറ്റി ഡയറക്റ്റ് അറിയത്തില്ല. അറിയാമായിരുന്നെങ്കിൽ എഫ് ഓഫ് സി നേരിട്ട് പറയാമായിരുന്നു. ഫംഗ്ഷൻ ഡേസിൽ നമുക്ക് അറിയുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അന്വേഷണം എന്താണ്? അതിന് മറ്റേതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധം ഉണ്ടെങ്കിൽ അവിടെ കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പം കണ്ടിന്യൂറ്റി ഒന്നും നമ്മൾ പറയുന്നില്ല, അതൊക്കെ പിന്നത്തെ കാര്യമാണ്. എഫ് എക്സ് ഈസ് സെഡ് ടു ഹാവ് എ ലിമിറ്റ് എൽ അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു സി. അത് പറയണമെങ്കിൽ സി എലമെന്റ് ഓഫ് ആർ ഷുഡ് ബി എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ. അന്വേഷിക്കണമെങ്കിൽ അടുത്ത ആൾ വേണം. നമുക്ക് ഇവിടെയൊക്കെ ആളുകളുണ്ടെങ്കിൽ, ഇവിടെയൊക്കെ റിയൽ ലൈനിൽ സി കിടക്കുന്ന ലൈനിൽ ഇവിടെയൊക്കെ നമുക്ക് ആളുകളുണ്ടെങ്കിൽ, ഇതിനടുത്ത് ആളുകളുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇറ്റ് ഷുഡ് ബി എ ക്ലസ്റ്റർ പോയിന്റ്.
C is a cluster point of a limit of the function f of x at x equal to c is said to be L if given if ഇതിനെ നമ്മൾ പറയാൻ പോകുന്നത് ശരിക്കും ഡെഫിനിഷൻ ഇങ്ങനെയാണ്. If given epsilon greater than 0 there exists delta greater than 0. Epsilon and delta are small numbers such that അതൊക്കെ എന്തിനാ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. Such that modulus of x minus c less than delta c യുമായിട്ട് അടുത്തുള്ള പോയിന്റ്സ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? എഫ് എക്സ് നമ്മൾ ലിമിറ്റ് ആണെന്ന് പറയുന്നത് എൽ യുമായിട്ട് അടുത്താണോ എന്ന് ചെക്ക് ചെയ്യാൻ മോഡുലസ് ഓഫ് എഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ ഇവിടെ 0.1 തന്നാൽ 0.1 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റണം. ലിമിറ്റ് എല്ലാം ആണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റണം. ഇവിടെ 0.1 തന്നാൽ ഇവിടെ എന്തെങ്കിലും ഒരു നമ്പർ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ചെറിയൊരു നമ്പർ പോസിറ്റീവ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് ഈ എക്സും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആ ഡെൽറ്റയായി താഴെയാകുമ്പോൾ എഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആ തന്നിരിക്കുന്ന പ്രീ അസൈൻഡ് വാല്യൂ എപ്സിലോണിനേക്കാളും താഴെയാകുന്നത് പോലെ. ഇതാണ് മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ. അല്ലെങ്കിൽ വെന്നെവർ എക്സ് ടെൻസ് ടു റഫായിട്ട് പറഞ്ഞാൽ വെന്നെവർ ഇതിനെ എക്സ് സിയും തമ്മിലുള്ള ഡിഫറൻസ് കുറവാണെന്നല്ലേ ഇതിനർത്ഥം. എക്സ് ടെൻസ് ടു സി ഇംപ്ലൈസ് എന്താ എഫ് എക്സ്, എക്സ് ടെൻസ് ടു സി ഇംപ്ലൈസ് എഫ് എക്സ് ടെൻസ് ടു ദിസ്. ഇതുപോലെ ഇത് ഇവിടേക്ക് അടുത്ത് വരികയാണ് എഫ് എക്സ് ടെൻസ്. പക്ഷെ നമ്മൾ ഇവിടുത്തെ വാല്യൂ അല്ല പറയുന്നത്. ഇതൊക്കെ നോക്കിയിട്ടാ ഇവരെല്ലാം വന്നിട്ട് നമുക്കിപ്പോൾ കണ്ടിട്ട് സീറോയിലേക്ക്, ഇത് രണ്ട് സൈഡിൽ നിന്ന് വന്നാൽ സീറോയിലേക്ക് പോകുന്നു, സീറോയ്ക്ക് അടുക്കുന്നു. എഫ് എക്സുകൾ പെറുക്കി വെച്ചിട്ടാണ് പറഞ്ഞത്. എഫ് ഓഫ് സി എടുത്തിട്ടല്ല നമ്മൾ പറഞ്ഞത്. ഈ എഫ് എക്സുകൾ ഈ സൈഡിൽ നിന്ന് വന്നപ്പോൾ ഇങ്ങനെ വന്ന് സീറോയിലേക്ക് പോയി, സിയിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നാലും അത് സീറോയിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എഫ് എക്സ് ടെൻസ് ടു എൽ എന്ന് പറയാം. whenever x tends to c, fx tends to l, then we say that fx is said to have the limit l. And we write mathematically this concept as limit x tends to c f of x equal to f of c എന്ന് എഴുതിയേക്കരുത്. ഇപ്പോൾ എഫ് ഓഫ് സി എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു സംഭവം കിട്ടുള്ളൂ. ഇവിടെയൊക്കെ ബ്രേക്ക് ആകാം. ഇവിടം വരെ ഫംഗ്ഷനിങ് വന്നിട്ട് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഒക്കെ വരാമല്ലോ. ഫോർ എക്സാമ്പിൾ ഇഫ് വി ഹാവ് ദ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇങ്ങനെ വന്നു, ഇവിടം വരെ ഇങ്ങനെ വന്നു, പിന്നെ അടുത്ത് ഇങ്ങനെ ആയിരിക്കും. അപ്പം എഫ് ഓഫ് സി ആകണമെന്നൊന്നും ഇല്ല. ലെഫ്റ്റിൽ നിന്ന് വന്നപ്പോൾ ഇത്, റൈറ്റിൽ നിന്ന് വന്നപ്പോൾ ഇത്, അത് ഉണ്ടോ ഇങ്ങനെ ഒരു ഡിഫറൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഫംഗ്ഷന്റെ വാല്യൂ ആകണം എന്നൊന്നും എല്ലായിടത്തും നിർബന്ധമില്ല. ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ദ ഫംഗ്ഷൻ. ഇഫ് ദിസ് ഇസ് നോട്ട് കണ്ടിന്യൂസ്, ഇഫ് വി ഹാവ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ദിസ് ലിമിറ്റ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നത് എഫ് ഓഫ് സി ആയിരിക്കും. അത് നമ്മൾ പിന്നീടത്തെ പ്രശ്നമാണ്. നമ്മൾ കണ്ടിന്യൂറ്റി ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഫംഗ്ഷന്റെ ലിമിറ്റ് എൽ എന്ന് നമ്മൾ എഴുതും. എൽ എന്ന് എഴുതാൻ പറ്റുന്നത് whenever x tends to c f of x tends to l. അപ്പോഴാണ് ലിമിറ്റ് x tends to c f x equal to l എന്നത്. മാത്തമാറ്റിക്കലി പറഞ്ഞാൽ given a very small quantity epsilon greater than 0, we can find another very small quantity delta greater than 0 such that difference between x and c measured in terms of modulus of x minus c less than delta, അല്ലെങ്കിൽ എന്താ x element of v delta of c. x element of v delta of c implies f of x element of അതെവിടെയാ v epsilon of l. എല്ലിനടുത്ത് കിടക്കും. എല്ലിൽ നിന്ന് എപ്സിലോൺ ഡിസ്റ്റൻസേ ഉള്ളൂ, വളരെ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. എക്സും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാകുമ്പോൾ എഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാകുന്നു. എക്സ് സിക്ക് എടുക്കുമ്പോൾ ഏത് സൈഡിൽ നിന്നാണെങ്കിലും എക്സ് സിക്ക് എടുക്കുമ്പോൾ ഇവിടെ കണ്ടല്ലോ എഫ് എക്സ് എങ്ങോട്ടെടുക്കും, എല്ലിനോട്ട് അടുക്കും. ദാറ്റ് ഇസ് എ കൺസെപ്റ്റ് ഓഫ് ലിമിറ്റ്. അപ്പോൾ അതങ്ങനെ നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ ഒരാളെ പറ്റി ഡയറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഡയറക്റ്റ് അറിയാമെങ്കിൽ മാത്തമാറ്റിക്കലി അത് എഫ് ഓഫ് സി ആണ്. സിയെ പറ്റി ഡയറക്റ്റ് അറിയാമെങ്കിൽ. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് അന്വേഷണം നടത്തണമെങ്കിൽ അന്വേഷണം നടത്താൻ അടുത്തുള്ള ആളുകൾ വേണം. എത്ര അടുത്ത ആളുകളുണ്ടോ, എന്തുമാത്രം അടുത്ത ആളുകൾ ഉണ്ടാവോ അത്രയും നല്ല അന്വേഷണമായിരിക്കും. അപ്പൊ അടുത്ത ആളുകൾ ഉണ്ടാവണം നമുക്ക് നിർബന്ധമാണ്. സി ഷുഡ് ബി എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ. എഫ് ഫ്രം എ ടു ആർ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിന്റെ ക്ലസ്റ്റർ പോയിന്റ് ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന ആളുകളായിരിക്കണം, നമ്മളുടെ പരിധിയിലുള്ള ആളുകളായിരിക്കണം. ഫംഗ്ഷന്റെ ഡൊമൈൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ എഫ് എക്സിന് എൽ ലിമിറ്റ് ആണ് എന്ന് പറയാൻ. given epsilon greater than 0, there exists delta greater than 0 such that modulus of x minus c less than delta x c തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാകും. ഇംപ്ലൈസ് മോഡുലസ് എഫ് എക്സ് എല്ലും എല്ലാ ലിമിറ്റ് എന്ന് പറയാമോ, എഫ് എക്സ് എല്ലും തമ്മിലുള്ള ഡിഫറൻസ് കുറവാണ് എന്ന് പറയാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ എഫ് എക്സിന്റെ ലിമിറ്റ് സിയിൽ എൽ ആണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കും. കണ്ടിന്യൂറ്റി ആയിട്ട് ഇപ്പോൾ ഒന്ന് കണക്ട് ചെയ്തേക്കരുത്. എഫ് ഓഫ് സിയെ പറ്റി നമ്മളിപ്പോൾ മിണ്ടുന്നേ ഇല്ല. ഞാനൊരു ഡയറക്റ്റ് അന്വേഷണം എഫ് ഓഫ് സി ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ്. ഇൻഡയറക്റ്റ് അന്വേഷണമാണ് നമ്മളിപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇൻഡയറക്റ്റ് അന്വേഷണം എന്ന് പറയുന്നത് ലിമിറ്റ് ആണ്, ലിമിറ്റ് വഴിയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് എക്സ്. ഹൈലോക്കംകാരെ കണ്ടിട്ട് ഒരാളുടെ അല്ലെ കൂട്ടുകാരെ കണ്ടാൽ ഒരാൾ ആരാണ് എന്ന് പറയണമെങ്കിൽ അയാളുടെ ഫ്രണ്ട്സ് ആരാണ് എന്ന് അറിഞ്ഞാൽ മതി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ഈ സിയില് എഫ് അയാളുടെ സ്വഭാവം, സിയിലെ സ്വഭാവം എഫ് ഓഫ് എക്സ്, സിയില് എഫിന്റെ
സ്വഭാവം എന്ന് പറയുന്നത് എഫ് ആണ്. സിയിൽ നേച്ചർ എന്താണ് എന്ന് അറിയണമെങ്കിൽ, സിയിൽ അറിയത്തില്ലെങ്കിലും നമുക്ക് അവരുടെ അടുപ്പക്കാരെയോ അയലോക്കം നമ്മൾ തീരുമാനിക്കുന്നത് ഈ നെയ്ബർഹുഡ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഉപയോഗിച്ചാണ്, റിയൽ ലൈനിൽ ഡിസ്റ്റൻസ് ഉപയോഗിച്ചാണ്. അയലോക്കംകാരെ നോക്കി ഒരാളുടെ സ്വഭാവം പ്രഡിക്റ്റ് ചെയ്യുന്ന പണിയാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് എക്സിൽ നമ്മൾ ചെയ്തത്. നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഡെഫിനിഷനിൽ ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ. ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists delta greater than 0 such that modulus of x minus c less than delta implies modulus of fx minus l less than epsilon എന്നുള്ളതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ചില റിമാർക്സ് പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറഞ്ഞ ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, എഫ് എക്സും എല്ലും തമ്മിൽ അടുത്ത് കിടക്കുന്ന എപ്സിലോൺ തരുമ്പം എക്സും സിയും അടുത്ത് കിടക്കുന്ന ഡെൽറ്റ നമ്മുടെ കയ്യിലുണ്ട് എന്നാണ്. എക്സ് സിയും ഡെൽറ്റയെ താഴെയാകുമ്പോൾ എഫ് എക്സ് എപ്സിലോണിൽ താഴെയാകും എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഡെൽറ്റ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഗിവൺ എപ്സിലോൺ ഈ തന്നിരിക്കുന്ന എപ്സിലോണിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഡെൽറ്റ ഇരിക്കുക. Therefore the first remark is that delta depends on epsilon. Therefore we can write it as delta of epsilon. Delta depends on, dependency is given in terms of the function delta of epsilon. അതുകൊണ്ട് അങ്ങനെയും എഴുതാറുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. Then x minus c less than delta, ക്ലസ്റ്റർ പോയിന്റ് പറയുമ്പോഴും നമ്മൾ x equal to c ആ നെയ്ബർഹുഡിൽ നിന്ന് ഒഴിവാക്കാറുണ്ടായിരുന്നു. അത് ഇവിടെയും ചെയ്യും. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്യുവാണ്. എക്സ് സി ഈക്വൽ ആണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി 0 ആണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡെഫിനിഷനിൽ 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി, എക്സും സിയും അടുത്താണ് എന്ന് പറയുമ്പോൾ സിയെ നമ്മൾ പരിഗണിച്ചില്ലല്ലോ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്നും അല്ലേ ഉള്ളൂ. സി അറിയത്തില്ല, പിന്നെ എങ്ങനെ പരിഗണിക്കുന്നത്? സിയെ അറിയത്തില്ല, അയലോക്കംകാരെ നോക്കിയിട്ടാണ് പറയുന്നത്. സിയെ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്നാണ് കണ്ടീഷൻ പറയുക. ദാറ്റ് ഇസ് ദ സെക്കൻഡ് റിമാർക്ക്. ദ condition 0 less than modulus of x minus c less than delta in the definition means that x not equal to c. ഈ അന്വേഷണം നടത്തുമ്പോൾ സിയിൽ നേരിട്ട് നമ്മളുടെ അന്വേഷണം ഇല്ല, x not equal to c എന്നുള്ളതാണ് രണ്ടാമത്തെ റിമാർക്ക്. മൂന്നാമത്തെ റിമാർക്ക്, if L is the limit of f at c, then we say that f converges to L at c. We denote it by, അത് ഞാൻ നേരത്തെ ഇത് കാണിച്ചതാണ്, limit extends to c f of x equal to L. ഇതാണ് മൂന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ ഈ എക്സ് ഉപയോഗിക്കണമെന്നില്ല, ലിമിറ്റ് എഫ് എക്സ്റ്റെൻസ് ടു സി ഓഫ് എഫ് ഈക്വൽ ടു എൽ എന്നും എഴുതാറുണ്ട്. ഇനി അത് വേറൊരു തരത്തിലും പറയാറുണ്ട്. എഫ് എക്സ് അപ്രോച്ചസ് എൽ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ടെൻസ് ടു എന്ന് നമ്മൾ ഉപയോഗിച്ചില്ലായിരുന്നു, ഈ ഉപയോഗിച്ചിരിക്കുന്ന കാര്യം. എഫ് എക്സ് അപ്രോച്ചസ് എൽ, അപ്രോച്ചസ് കാണിക്കാനാണ്. അപ്പോൾ വേർഡ്സിലും ഇങ്ങനെ പറയും, എഫ് എക്സ് അപ്രോച്ചസ് എൽ ആസ് എക്സ് അപ്രോച്ചസ് സി. എക്സ് അപ്രോച്ചസ് സി, അപ്രോച്ചസ് ടെൻസ് എന്നും വായിക്കാം, ടെൻസ് എന്ന് വായിക്കല്ല, ടെൻസ് എന്ന് എഴുതാം. എഫ് എക്സ് ടെൻസ് ടു എൽ ആസ് എക്സ് ടെൻസ് ടു സി. അതാണ് മൂന്നാമത്തെ റിമാർക്ക്. നാലാമത്തത്, ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കി, ഇങ്ങനെ നോക്കിയിട്ട് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇത് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ കേസിൽ റൈറ്റിൽ നെയ്ബർഹുഡിൽ ഏത് പോയിന്റ് എടുത്താലും ഇത് സംഭവിക്കണം. അടുത്തുള്ള ആൾക്കാരെല്ലാം ഒരേ തരത്തിൽ അയാളുടെ സ്വഭാവത്തെ പറ്റി പറഞ്ഞാലേ നമുക്ക് അയാളെ പറ്റി ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നില്ല. ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് എക്സ് എന്ന് പറയുന്ന ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതിന്റെ അർത്ഥം ഇതൊരു കൺവേർജൻസ് ആണ്. ഇവിടുന്ന് കണ്ടോ, ഇങ്ങോട്ട് കൺവേർജ് ചെയ്യുന്ന ഒരു കേസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺവേർജൻസ് ഇല്ല. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും? ലിമിറ്റ് ഇല്ല. ഫോർത്ത് റിമാർക്ക് ഈസ് ദാറ്റ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദെൻ എഫ് ഡൈവേർജസ് അറ്റ് സി. വാല്യൂ ഉണ്ടെങ്കിൽ അതൊരു കൺവേർജൻസിന്റെ കേസാണ്. അതാണ് നമ്മൾ സീക്വൻസും ഒക്കെ പഠിച്ചതുകൊണ്ട് നമുക്കുണ്ടായ ഒരു ഉപകാരം. എഫ് ഡൈവേർജസ് അറ്റ് സി എന്ന് നമുക്കപ്പോൾ പറയേണ്ടി വരും. ഇവിടെ കൺവേർജൻസ്, എക്സ് ടെൻസ് ടു സി എന്ന് പറഞ്ഞാൽ എക്സ് സിയിലേക്ക് ഒരു കൺവേർജൻസ് ആണ്. ക്ലസ്റ്റർ പോയിന്റിൽ നമ്മൾ കണ്ടില്ലായിരുന്നു കൺവേർജൻസിന്റെ ഒരു സീക്വൻസ് ഫോം ചെയ്ത കാര്യമൊക്കെ. അപ്പോൾ എഫ് എക്സ് എല്ലിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴും എഫ് എക്സ് എല്ലിലേക്ക് കൺവേർജൻസ് ആണ്. അപ്പോൾ കൺവേർജൻസിന്റെ ഐഡിയ നമുക്ക് സീക്വൻസിലും സീരീസിലും ഒക്കെ പരിചയമുണ്ട്. ഇതാണ് ലിമിറ്റിനെ പറ്റി നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാകാൻ. കാര്യം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാകണം. ഇതിങ്ങനെ അല്ലാതെയും വളരെ പെട്ടെന്ന് ഡെഫിനേഷൻ പറഞ്ഞ് റിമാർക്സ് ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ നോട്ട്സ് എഴുതിയൊക്കെ തീർക്കാം. പക്ഷെ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇനിയും റിയൽ അനാലിസിസ് ഫർദർ സ്റ്റഡീസിൽ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ലോജിക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയ്ക്കും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നത്. ഈ സമയം പോയ സമയത്ത് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഫർദർ സ്റ്റഡീസിന് ഉപകാരപ്പെടുന്നു എന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നിങ്ങളതിൻ്റെ കൺസെപ്റ്റ് പഠിക്കുക.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുള്ളൂ. ഇല്ലെങ്കിൽ എക്സാം എഴുതി അവിടെയൊക്കെ എഴുതി തീർക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാം.